നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ലൈഫ് എഫക്റ്റീവ് ആൻഡ് പോസിറ്റീവ് ആക്കണം എന്നുള്ളത്. ഇത് തീർത്തും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓരോ ദിവസത്തെയാണ്. സോ നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഒട്ടും സമയം കളയാതെ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് രാവിലെ എണീക്കുന്നതിൽ എന്ത് മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് രാവിലെ എത്ര മണിക്ക് എണീക്കണം എന്നുള്ളത് മൈൻഡിൽ സെറ്റ് ആക്കിയിട്ട് അലാം ഒക്കെ സെറ്റ് ചെയ്ത് കിടന്നുറങ്ങും. എന്നാൽ അലാം അടിക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ എഴുന്നേൽക്കോ ഇല്ല. ഒരു 5-6 തവണയെങ്കിലും സ്നൂസ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കിടന്നുറങ്ങും. ഇതാണ് രാവിലെ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ദിവസവും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്നൂസ് ബട്ടൺ യൂസ് ചെയ്താൽ നമ്മൾ എണീക്കുന്നത് വീണ്ടും വീണ്ടും സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 തരം പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് നമ്മുടെ മെന്റലി അത് ബാധിക്കുന്നു, മറ്റൊന്ന് നമ്മുടെ ഫിസിക്കലി അത് ബാധിക്കുന്നു. അതായത് നിങ്ങൾ സ്നൂസ് ബട്ടൺ എത്രത്തോളം അമർത്തുന്നോ അത് ഡെയിലി ചെയ്യുന്നോ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ കാര്യങ്ങളെ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സോ ഈ ഒരു ശീലം കാരണം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധവും ജോലിയും അത് പിന്നെ ചെയ്യാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഈ ഒരൊറ്റ ശീലം കാരണത്താൽ നമ്മുടെ ലൈഫിലുള്ള ആസ്പെക്റ്റുകൾ അത് ബാധിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി ഫിസിക്കലി ഇത് കാരണം എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അലാം സ്നൂസ് ചെയ്ത ശേഷം വീണ്ടും ഉറങ്ങുന്ന ആ ഒരു 15 മിനിറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ ഫ്രഷ് ആയാണ് ഉറങ്ങുന്നത്? ഒരിക്കലും അല്ല. ഇത് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ലീപ്പ് ഇന്റർഫിയർ ചെയ്യുന്ന കാരണത്താൽ അതിന്റെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിന്റെ പ്രധാന തെളിവാണ് പകൽ സമയം മുഴുവൻ നിങ്ങൾക്ക് കോട്ടുവായിടുന്നതും നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ ശരിയായി ചെയ്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയും. സോ എപ്പോഴാണ് എണീക്കേണ്ടത് ആ ഒരു ടൈമിലേക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ എണീക്കുകയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. രണ്ടാമതായിട്ട് ഒരുവിധം എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു പ്രധാന മിസ്റ്റേക്കാണ് എണീറ്റുടനെ തന്നെ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇത് ലോകത്തിലെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന 80% ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. രാവിലെ തന്നെയുള്ള ഈ ഫോൺ ഉപയോഗം ആ ദിവസത്തെ നന്നായി ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുകയാണെങ്കിൽ അത് നന്നായി പഠിക്കാൻ പറ്റും എന്ന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാവും. ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറ് 20 മിനിറ്റിൽ സബ് കോൺഷ്യസിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റേറ്റിന് സയന്റിസ്റ്റുകൾ പറയുന്നത് തലച്ചോറിന്റെ ആൽഫ സ്റ്റേറ്റ് എന്നാണ്. ഈ ഒരു 20 മിനിറ്റിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് കാണുന്നത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ലൈഫും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് പൊതുവെ ആളുകൾ പറയുന്ന ഒരു ഡയലോഗാണ്. അന്നത്തെ ദിവസമേ പോക്കാണ്. നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മോർണിംഗ് ടൈം എത്ര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ രാവിലെ തന്നെ എണീറ്റുടനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് അവനവന്റെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടി നിർത്തുക. രാവിലെ തന്നെ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. അത്തരത്തിൽ കാണുകയും കേൾക്കുകയൊക്കെ വേണം. രാവിലെ എണീറ്റുടൻ തന്നെ TV, ന്യൂസ് പേപ്പർ, റേഡിയോ ഇതൊന്നും പോയി ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. യോഗ, മെഡിറ്റേഷൻ, എക്സസൈസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. രാവിലെ എണീറ്റുടനെ മറ്റൊരാളോട് ചെണ്ട കൂടാൻ പോകരുത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെ ഒരു പേപ്പറിൽ കുറിക്കാനായിട്ട് നോക്കുക. ഇതൊരു നല്ല ശീലമാണ്. സോ രാവിലെ ഫോൺ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ സമയം പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഒരു വ്യക്തിയുടെ ഒരു ദിവസം മാറ്റി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് തന്നെ മാറ്റാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് എണീറ്റുടനെ തന്നെ തന്റെ ബെഡ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണിത്. ഈ ഒരു ചെറിയ ഹാബിറ്റ് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് നമ്മുടെ ബെഡിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആർമിയിൽ ഇങ്ങനെയാണ്, കിടന്ന് എണീറ്റാൽ ഉടനെ ബെഡ് പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രമേ മറ്റേത് കാര്യവും ചെയ്യാൻ പാടുകയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ മാത്രമല്ല ക്ലീൻ ആകുന്നത്, നമ്മുടെ മനസ്സും ക്ലീൻ ആകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.